കൊടിമര പ്രതിഷ്ഠയിൽ അഡ്വക്കേറ്റ് കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസറായിട്ടുള്ള വരവിനെ പറ്റിയും പരാമർശം. മണിമണ്ഡപം പുനർനിർമ്മാണത്തിന് പോറ്റി സ്പോൺസറായി വന്നതായാണ് 2017 ഹൈക്കോടതിയെ അറിയിച്ചത്. കൊടിമരം കൂടാതെ സ്പോൺസർഷിപ്പിലൂടെ മറ്റു പ്രവൃത്തികളും നടത്തിയതായി റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. തിളക്കം കുറഞ്ഞെന്ന് പറഞ്ഞ് മുഖമണ്ഡപത്തിലെ താഴികക്കുടം അഴിച്ചെന്നും റിപ്പോർട്ടുണ്ട്. ബിന്നിൽ ചേരുന്നു വിശദവിവരങ്ങളുമായി. ബിന്നിൽ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിശദമായി പറയുന്നതിൽ? മോത്തി, അഡ്വക്കേറ്റ് കമ്മീഷനെ ഹൈക്കോടതി നിയോഗിച്ചത് യഥാർത്ഥത്തിൽ അവിടുത്തെ കൊടിമര പ്രതിഷ്ഠ നടത്താനാണ്. പക്ഷേ കൊടിമര പ്രതിഷ്ഠയ്ക്കപ്പുറത്ത് മറ്റൊരുപാട് പ്രവർത്തികൾ ഈ അഡ്വക്കേറ്റ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ അതിനുള്ള ശ്രമം നടന്നു എന്നതാണ് ഈ റിപ്പോർട്ട് തന്നെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിനെക്കുറിച്ച് അജയ് തറയിലിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായ മറുപടിയിൽ അദ്ദേഹം പറയുന്നത്, നിങ്ങളെല്ലാം പോയി ഹൈക്കോടതിയോട് ചോദിക്കൂ. അദ്ദേഹം ഹൈക്കോടതിയുടെ വിശ്വസ്തരായിരുന്നു. ASP കുറിപ്പ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. ആ റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴാണ് മറ്റു പല കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നത്. ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, അതിന്റെ സൂത്രധാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റി 2017 സ്പോൺസറുടെ വേഷത്തിലെത്തുന്നത് മണിമണ്ഡപത്തിലേക്കാണ്. ആ മണിമണ്ഡപത്തിലേക്ക് എത്തുന്നത് ഈ അഡ്വക്കേറ്റ് കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട് എന്നതാണ്. അതായത് മണിമണ്ഡപം നന്നാക്കാനായി, പുനർനിർമ്മിക്കാനായി തീരുമാനിക്കുന്നു. അതിനൊരു സ്പോൺസറെ അഡ്വക്കേറ്റ് കമ്മീഷൻ തന്നെ തേടുകയാണ്. അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അഡ്വക്കേറ്റ് കമ്മീഷനായിട്ടുള്ള ASP കുറിപ്പിനൊരു ഇമെയിൽ അയച്ച് താൻ ഇതിന്റെ സ്പോൺസർഷിപ്പ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു എന്നതാണ് അദ്ദേഹം ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അവിടെ അനന്തനാചാരി ഇതിനുവേണ്ടി ശ്രമം നടത്തി, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ശ്രമം നടത്തി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ശബരിമല കേന്ദ്രീകരിച്ച് ഈ കൊടിമരത്തിന് മാത്രമല്ല മറ്റു പല പ്രവർത്തികളും നടക്കാൻ ഒരുപാട് സ്പോൺസർമാരെ കൊണ്ടുവരാൻ, അവിടെ ഇപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ളവരെ കൊണ്ടുവരാൻ നേരിട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ ഇടപെടുകയാണ്. അതിൽ അഡ്വക്കേറ്റ് കമ്മീഷന്റെ അവകാശമോ അധികാരമോ എന്തെന്ന് ചോദിച്ചാൽ അജയ് തറയിലിന് മറുപടിയില്ല. നിങ്ങൾ അതെല്ലാം ഹൈക്കോടതിയോട് ചോദിക്കണം, അദ്ദേഹത്തെ ഹൈക്കോടതി ചുമതലപ്പെടുത്തിയാണ് എന്ന് പറഞ്ഞൊഴിയുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ദേവസ്വം ബോർഡിന് കൃത്യമായ ഉത്തരവില്ലാത്ത പല സംഭവങ്ങളും ഈ ശബരിമല സന്നിധാനത്ത് നടന്നിട്ടുണ്ട് എന്നതാണ് ഈ അഡ്വക്കേറ്റ് കമ്മീഷന്റെ റിപ്പോർട്ട് തന്നെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ സ്വർണ്ണക്കൊള്ള ഈ രീതിയിൽ വരുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുപോലെ പ്രതിയാകുമെന്നും ഈ 2017 ഈ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ ആരും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു കൊണ്ടുവന്ന വിവരങ്ങൾ അടക്കം കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു പുതിയ ന്യായവാദവുമായി എത്തുന്നത്, എല്ലാം കോടതിയെ അറിയിച്ചിരുന്നപ്പോൾ എല്ലാത്തിനും കോടതിയുടെ അംഗീകാരമുണ്ട് എന്ന് വരുത്താനുള്ളൊരു ശ്രമം കൂടിയാണ് ഇപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നടക്കുന്നത്. പക്ഷേ ഹൈക്കോടതിയിൽ ഇന്നലെ കൃത്യമായി വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടു ഇതിൽ ചില കാര്യങ്ങളിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. അങ്ങനെയാണ് ആ കൊടിമരത്തിൽ ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ആ നിർദ്ദേശം ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള നടപടി SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. SIT കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് അജയ് തറയിൽ അടക്കം ആരോപിച്ചിപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ASP കുറിപ്പെന്ന അന്നത്തെ അഡ്വക്കേറ്റ് കമ്മീഷൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ടുകൾ 7 റിപ്പോർട്ടുകളാണ് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടുകളിൽ ഓരോന്നും പ്രസക്തമാകുന്നത് ശബരിമലയിൽ ഓരോരോ പ്രവർത്തികൾക്ക് തന്ത്രിയാണോ അനുമതി നൽകേണ്ടത്? മോത്തി, തന്ത്രിയുടെ അനുമതിയോടുകൂടി മാത്രമേ അവിടെ എന്തും നടക്കൂ. തന്ത്രി അറിയാതെ അവിടെ ഒന്നും നടക്കില്ല. തന്ത്രിയുടെ എതിർപ്പുണ്ടായെങ്കിൽ ശബരിമലയിൽ ഒരു കാര്യവും ഈ ദേവസ്വം ബോർഡിന് നടത്താനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലെല്ലാം അനുമതി ആദ്യം തന്ത്രിയുടേതാണ് വാങ്ങുന്നത്. ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഈ ധ്വജപ്രതിഷ്ഠ നടത്തുന്നതിന്റെ കൂട്ടത്തിൽ അവിടുത്തെ 6 താഴികക്കുടങ്ങൾ അഴിച്ചിട്ടുണ്ട്. ശ്രീകോവിലിന്റെ അല്ല, മുഖമണ്ഡപത്തിന്റെ അടക്കം 6 താഴികക്കുടങ്ങൾ അഴിച്ചിട്ടുണ്ട്. ആ താഴികക്കുടങ്ങൾക്ക് ശോഭ പോരാ, സ്വർണ്ണപ്രഭ പോരാ, കൂടുതൽ സ്വർണം പൂശണം എന്ന് പറഞ്ഞാണ് ആ താഴികക്കുടങ്ങളൊക്കെ അഴിച്ചിരിക്കുന്നത്. ആ താഴികക്കുടങ്ങൾ അഴിക്കാനായി തന്ത്രിയുടെ അനുമതി ഉണ്ടായിരുന്നു എന്നതാണ് ഈ അഡ്വക്കേറ്റ് കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കൊടിമര നിർമ്മാണത്തിന്റെ പേരിൽ ശബരിമല സന്നിധാനത്തെ പല പ്രവർത്തികളും സ്പോൺസർമാരെ കൊണ്ടുവന്ന് നടത്തിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ താഴികക്കുടങ്ങൾ സ്വർണം പൂശാൻ ഏതാണ്ട് 600 ഗ്രാം സ്വർണം ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ നിന്ന്, ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂമിൽ നിന്ന് എടുത്തതായിട്ടാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. അവിടെയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായ അജയ് തറയിൽ പറയുന്നത്. അതിന് സ്വാഭാവികമായും ചിലപ്പോൾ ദേവസ്വം ബോർഡിന്റെ അനുമതി ഉണ്ടാകാം എന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാം ഈ അഡ്വക്കേറ്റ് കമ്മീഷന്റെ തലയിൽ വെച്ച്, അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ തലയിൽ വെച്ച് ഒഴിയാനാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗമായ അജയ് തറയിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കേട്ടാൽ ദേവസ്വം ബോർഡിന് അവിടെ ഒരു ഉത്തരവാദിത്വമില്ല, എല്ലാം ഹൈക്കോടതിയുടെ അനുമതിയോടെ നടത്തുമ്പോൾ പിന്നെ ഞങ്ങൾ കാഴ്ചക്കാരാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ എല്ലാ പ്രതികരണങ്ങളും ഇന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ വിജിലൻസ് അന്വേഷണം വളരെ പ്രസക്തവുമാണ്.